ഞാൻ ഈ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ അറിയാതെ നിങ്ങളുടെ കിച്ചൺ ചിമ്മിനി ചൂസ് ചെയ്യരുത്. യൂഷ്വലി കിച്ചൺ ചിമ്മിനി 2 ടൈപ്പാണുള്ളത്, ഡക്റ്റഡ് ആൻഡ് ഡക്ട്ലെസ്. ഡക്റ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചണിലെ എല്ലാ പുകയും ഈ ഡക്റ്റ് വഴിയായിരിക്കും പുറത്തോട്ട് പോകുന്നത്. ആൻഡ് നമുക്കൊരു ക്യാബിനൊക്കെ ചെയ്ത് അതിന്റെ ഉള്ളിൽ ഈ ചിമ്മിനി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ എസ്തെറ്റിക്സും ഭയങ്കര ഭംഗിയായിരിക്കും. ഡക്ട്ലെസ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ പുകയൊന്നും പുറത്തു പോകത്തില്ല. ഇത് രണ്ടിലും ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഡക്റ്റഡ് ആണെന്ന്. സെക്കൻഡ് തിങ്, ചിമ്മിനിയുടെ സൈസ്. ചിമ്മിനിയുടെ സൈസ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹോബിന്റെ സൈസ് ഏതാണോ അത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. സെക്കൻഡ് വൺ, ഫിൽറ്റേഴ്സ്. ആക്ച്വലി 2 ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണ് ഈ ചിമ്മിനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, മെഷ് ഫിൽറ്ററും ബോട്ടിൽ ഫിൽറ്ററും. മെഷ് ഫിൽറ്റർ നമുക്ക് ക്ലീൻ ചെയ്യാൻ കുറച്ച് മെസ്സി ആയിരിക്കും, പക്ഷെ ബോട്ടിൽ ഫിൽറ്റർ നമുക്ക് ക്ലീനിങ് കുറച്ചും കൂടെ ഈസിയാണ്. ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഈ ബോട്ടിൽ ഫിൽറ്റർ ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാകും. 4ാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സക്ഷൻ പവർ. നിങ്ങളുടെ ചിമ്മിനി ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ സക്ഷൻ പവർ ഉറപ്പായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏറ്റവും മിനിമം ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈലിന് ഒരു 1200 മീറ്റർ ക്യൂബ് പെർ അവർ എങ്കിലും വേണം. എന്നാൽ 1500 മീറ്റർ ക്യൂബ് പെർ അവർ ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. റെഡ്വുഡ് ഇന്റീരിയേഴ്സിന്റെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഇനിയും കിട്ടും.